അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒന്നാം ചലന നിയമം രണ്ടാം ചലന നിയമം നമ്മൾ പഠിച്ചു. അപ്പോൾ അതിൽ രണ്ടാം ചലന നിയമത്തിൽ ഞാൻ എന്താ പറയുക ഒരു കാര്യം പറയാൻ മറന്നു. ആക്ക സംരക്ഷണ നിയമം എന്ന് പറയുന്നത് ഒരു ബാഹ്യബലമില്ലെങ്കിൽ ഒരു വ്യൂഹത്തിന് ആകെ ആക്കം സ്ഥിരമായിരിക്കും. ഒരു ബാഹ്യബലമില്ലെങ്കിൽ ഒരു വ്യൂഹത്തിൻ്റെ ആക്കം സ്ഥിരമായിരിക്കും. അതിന് മുന്നേ നമ്മൾ മൊമെൻറ്റം എങ്ങനെ കണ്ടുപിടിച്ച F=dp/dt ആണ്. ഇതാണ് രണ്ടാം ചലന നിയമത്തിൽ പറയുന്ന കാര്യം, ആക്ക വ്യത്യാസ നിരക്ക്. ഇനി ഒരു മാസ്സുള്ള ഒരു വസ്തുവിന് ഇനീഷ്യൽ വെലോസിറ്റി യുവും അതുപോലെ അത് മൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ ഫൈനൽ വെലോസിറ്റി വി യു ആയിരിക്കും. അതാണ് m/u-v/t എന്ന് പറയുമ്പോൾ പി ആയിട്ട് എടുക്കുന്ന മൊമെൻറ്റം. ഈ ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, അതാണ് ഞാൻ ഇവിടെ എഴുതി വെച്ചിരുന്നത്. m/u-v/t തന്നെയാണ് പി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ആക്ക സംരക്ഷണ നിയമത്തിൽ വരുമ്പോൾ എന്താണ്, ബാഹ്യബലം എന്ന് പറയുന്നത് 0. ബാഹ്യബലം 0 ആണെങ്കിൽ dp/dt എന്ത് തന്നെ ആയിരിക്കും, 0 തന്നെയായിരിക്കും. അപ്പോൾ പി എന്താണെന്ന് പറയാം, നമുക്ക് കൺസേർവ്ഡ് ആണെന്ന് പറയാം. പി എന്താണ്, ഒരു സ്ഥിരസംഖ്യയാണെന്ന് പറയാം. അപ്പോൾ കഴിഞ്ഞ 2 ക്ലാസ്സിലായിട്ട് ഫസ്റ്റ് ഒന്നാം ചലന നിയമവും രണ്ടാം ചലന നിയമവുമായിട്ട് 2 ക്ലാസ്സായിട്ടാണ് ഇട്ടത്. ഒരു 20 മിനിറ്റിൻ്റെ ക്ലാസ് ആയിരുന്നു. അപ്പോൾ സമയം എനിക്ക് ഇത് അപ്ലോഡ് ചെയ്യാൻ പറ്റാഞ്ഞത് കാരണമാണ് അത് 2 പാർട്ടായിട്ട് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് കാണാത്തൊരു പ്ലേലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. പാർട്ടിക്കിൾ ഡൈനാമിക്സിൻ്റെ മൊഡ്യൂൾ 1 പാർട്ടിക്കിൾ ഡൈനാമിക്സ് എന്ന് പറഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ഒരു 10-11 വീഡിയോസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് കാണണം. മൊഡ്യൂൾ 1ൻ്റെ സ്റ്റാർട്ടിങ് തൊട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഈ മൊഡ്യൂൾ 1 ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ട് അടുത്ത മൊഡ്യൂളിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അടുത്തത് ആക്ക സംരക്ഷണ നിയമം നിങ്ങൾക്ക് മനസ്സിലായില്ലേ. ഇനി നമുക്ക് മൂന്നാം ചലന നിയമം എന്താണെന്ന് നോക്കാം. മൂന്നാം ചലന നിയമം എല്ലാവർക്കും അറിയുന്നതാണ്. രണ്ടാം ചലനം ഒന്നാം ചലനം അറിയില്ലെങ്കിലും അധികം നമുക്ക് ഓർമ്മയില്ലെങ്കിലും മൂന്നാം ചലന നിയമം എല്ലാവർക്കും അറിയാം. ഒന്നാം ചലന നിയമം എന്തായിരുന്നു, ജഡത്വത്തിനെ കുറിച്ച് പറഞ്ഞു. രണ്ടാം ചലന നിയമത്തിലോ മൊമെൻറ്റം, ആക്ക വ്യത്യാസ നിരക്ക് ഫോഴ്സിന് ഈക്വൽ ആണെന്ന് പറഞ്ഞു അല്ലേ. F=ma(x) ഈസി ആയിട്ട് പറയുകയാണെങ്കിൽ. ഇനി നമുക്ക് മൂന്നാം ചലന നിയമത്തിൽ എന്താ പറയുന്നത്, ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും. ഇതാണ് ന്യൂട്ടൻ്റെ മൂന്നാം ചലന നിയമം എന്ന് പറയുന്നത്. പ്രവർത്തനവും പ്രതിപ്രവർത്തനവും ഒരേ സമയം വ്യത്യസ്ത വസ്തുക്കളിലാണ് അനുഭവപ്പെടുന്ന ബലങ്ങളാണ്. അല്ലാണ്ട് ഒരു വസ്തുവിൽ തന്നെ അനുഭവപ്പെടുന്നതല്ല. പ്രവർത്തനവും പ്രതിപ്രവർത്തനവും എന്താണ്, ആക്ഷനും റിയാക്ഷനും എന്താണ്, ഒരേ സമയം വ്യത്യസ്ത വസ്തുക്കളിലാണ് അനുഭവപ്പെടുന്നത് അല്ലേ. ഇപ്പോൾ തോണിയിൽ നിന്ന് ഒരാൾ ഇവിടേക്ക് കടക്കുന്നു. അപ്പോൾ ഇവിടെ എന്താണ്, ഇവിടെ ആക്ഷനാണ് നടക്കുന്നത്. പക്ഷെ അപ്പോൾ ഇങ്ങോട്ട് കടക്കുമ്പോൾ ഇവിടെ ആക്ഷനും അതുപോലെ ഇയാളുടെ കാല് റിയാക്ഷൻ എങ്ങോട്ടായിരിക്കും, ഇത് മൂവ് ചെയ്യുന്നത് ഇവിടെ തോണി ബാക്കിലോട്ട് മൂവ് ചെയ്യും. അപ്പോൾ എന്താണ്, റിയാക്ഷൻ ഇവിടെയാണ് നടക്കുന്നത് അല്ലേ. അപ്പോൾ ആക്ഷനും റിയാക്ഷനും ഒരു വസ്തുക്കളിലല്ല, വ്യത്യസ്ത വസ്തുക്കളിലായിരിക്കും. ഇതിൽ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്, ജലോപരിതലത്തിലുള്ള തോണിയിൽ നിന്ന് ഒരാൾ കരയിലേക്ക് ചാടുന്നു. അങ്ങനെയാകുമ്പോൾ പ്രവർത്തനം എന്താണ്, ആൾ തോണിയിലേക്ക് പ്രയോഗിക്കുന്ന ബലത്തിൻ്റെ ഫലമായി തോണി പുറകോട്ട് നീങ്ങുന്നത്, അതാണ് പ്രവർത്തനം എന്ന് പറയുന്നത്. തോണി പുറകോട്ട് നീങ്ങുന്നതാണ് പ്രവർത്തനം. ഇനി പ്രതിപ്രവർത്തനം എന്താണ്, തോണി ആളിലേക്ക് പ്രയോഗിക്കുന്ന ബലത്തിൻ്റെ ഫലമായി ആൾ മുന്നോട്ട് ചലിക്കുന്നു. ആൾ മുന്നോട്ട് ചലിക്കുന്നത് പ്രതിപ്രവർത്തനവും. പ്രവർത്തനം എന്ന് പറയുന്ന ആൾ തോണിയിലേക്ക് പ്രയോഗിക്കുന്ന ബലത്തിൻ്റെ ഫലമായി തോണി പുറകോട്ട് നീങ്ങുന്നതുമാണ് പ്രവർത്തനം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി തോക്കിൽ നിന്ന് വെടിയുണ്ട പായുന്നതും എങ്ങനെയാണ്, തോക്ക് വെടിയുണ്ടയിൽ പ്രയോഗിക്കുന്ന ബലം, തോക്ക് എവിടെയാണ്, വെടിയുണ്ടയിൽ പ്രയോഗിക്കുന്ന ബലത്തിന് ഫലമായി വെടിയുണ്ട മുന്നോട്ട് പോകുന്നതാണ് പ്രവർത്തനം, ആക്ഷൻ എന്ന് പറയുന്നത്. പ്രതിപ്രവർത്തനം എന്താണ്, വെടിയുണ്ട തോക്കിൽ പ്രയോഗിക്കുന്ന ബലത്തിൻ്റെ ഫലമായി തോക്ക് ഒന്ന് പിറകോട്ട് ചലിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിനാണ് പറയുന്നത്, പ്രതിപ്രവർത്തനം എന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ F12 എന്നത് ഒന്നാമത്തെ വസ്തുവിൽ രണ്ടാമത്തെ വസ്തു പ്രയോഗിക്കുന്ന ബലവും F21 എന്നത് രണ്ടാമത്തെ വസ്തു ഒന്നാമത്തെ വസ്തുവിൽ പ്രയോഗിക്കുന്ന പ്രതിപ്രവർത്തനവുമാണെങ്കിൽ ന്യൂട്ടൻ്റെ മൂന്നാം ചലന നിയമം അനുസരിച്ച് F12 മൈനസ് നെഗറ്റീവ് ആണ്. കാരണം ഒന്ന് മുമ്പിലോട്ട് ഒന്ന് ബാക്കിലോട്ടാണ് പോകുന്നത് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് മൂന്നാം ചലന നിയമം മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യണം, കുറച്ച് ക്വസ്റ്റ്യൻസ് ഇതിനോട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. അപ്പോൾ കുറച്ച് ക്ലാസ്സുകളിലായിട്ട് 3 ക്ലാസ്സുകളിലായിട്ടാണ് ഇപ്പോൾ ഞാനിത് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഇവയിൽ ഏതിനായിരിക്കും കൂടുതൽ ജഡത്വം അനുഭവപ്പെടുക, ആറ്റത്തിനാണോ, തന്മാത്ര, ക്രിക്കറ്റ് ബോൾ, 1 രൂപ നാണയം, ഏതിനായിരിക്കും ജഡത്വം കൂടുതലുള്ളത്? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജഡത്വം കൂടുതലെന്ന് പറയുമ്പോൾ മാസ് കൂടുമ്പോൾ ജഡത്വം കൂടും, ഇനേഷ്യ കൂടുമെന്ന് പറഞ്ഞു. അപ്പോൾ ആറ്റത്തിനാണ്, ഇതിലേതിനാണ്, ക്രിക്കറ്റ് ബോളിനാണ്. മാസ് കൂടുതലുള്ളതിന് ജഡത്വം കൂടുതൽ. മനസ്സിലായില്ലേ. ഇനി അടുത്തത് ഒരു ക്വസ്റ്റ്യനാണ്,
90 ന്യൂട്ടൺ ബലം അനുഭവപ്പെട്ടപ്പോൾ 2.6 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ത്വരണത്തോടുകൂടി സഞ്ചരിച്ച ഒരു വസ്തുവിൻ്റെ മാസ് എത്രയാണ്? ചോദ്യം മനസ്സിലായില്ലേ? 90 ന്യൂട്ടൺ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഫോഴ്സ് എന്ന് പറയുന്നത് 90 ന്യൂട്ടൺ ആണ് അല്ലേ. ഇനി ആക്സിലറേഷൻ തന്നിട്ടുണ്ട്. ആക്സിലറേഷൻ ഈക്വൽ ടു ത്വരണം ഈക്വൽ ടു 2.6 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇനി എന്ത് കാണാനാണ് നമ്മളോട് പറഞ്ഞത്? മാസ് കാണാനാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ എഫ് ഈക്വൽ ടു എം എ ആണെന്ന് അറിയാം. അപ്പോൾ എം കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം? എഫ് ബൈ എ അല്ലേ. അപ്പോൾ എങ്ങനെ? 90 മൈൽ 90 ബൈ 2.6 കിട്ടി. ഇനി നമുക്ക് ഇതിൻ്റെ ആൻസർ എത്രയാണ്? 34.6 ആണ്. ഓക്കെ. ഇനി നമുക്കൊരു അപ്രോക്സിമേഷൻ, നമുക്ക് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള സമയമൊന്നും ഉണ്ടാവില്ല അല്ലേ. ഇങ്ങനെ എല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് നമുക്കൊരു അപ്രോക്സിമേഷൻ എടുത്തിട്ട് ഈ വാല്യൂ ആണെന്ന് നോക്കിയാൽ പോരെ. അല്ലാണ്ട് ഇത് ഇരുന്ന് ഹരിച്ച് ടൈം കളയേണ്ട ആവശ്യമില്ല. 90 ഇപ്പോൾ ഇവിടെ ഒരു 3 എടുത്താൽ 90 ഡിവൈഡ് ബൈ 3 എത്ര വരും? ഒരു 30 സംതിങ് വരില്ലേ. അപ്പോൾ 30 സംതിങ് വരുന്നത് ഏതാണ്? ഇത് മാത്രമാണുള്ളത്. അപ്പോൾ ഇത് ആൻസർ ഇതായിരിക്കും. അപ്പോൾ അങ്ങനെയും നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഒരു വസ്തുവിൽ പ്രയോഗിക്കുന്ന ബലം ഇരട്ടിയാകുകയും അതിൻ്റെ പിണ്ഡം പകുതിയാവുകയും ചെയ്താൽ ത്വരണങ്ങളുടെ അനുപാതം എത്രയാണ്? ചോദ്യം ഒന്നുകൂടി വായിച്ച് നോക്കുക. അപ്പോൾ നമുക്ക് എന്താണ് ഇവിടെ തന്നിരിക്കുന്നത്? നമുക്കറിയുന്നൊരു കാര്യം എന്താണ്? എഫ് ഈക്വൽ ടു എം എ ആണെന്നറിയാം. നമുക്ക് അടുത്ത കേസ് എടുക്കാം. എന്താ? ബലം ഇരട്ടിയാകുന്നു. അപ്പോൾ നമുക്കതിനെ എഫ് ഡാഷ് എന്നെടുക്കാം. എഫ് ഡാഷ് ഇവിടെ എന്തായി? നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത് ആക്സിലറേഷൻ്റെ ത്വരണത്തിൻ്റെ അനുപാതമാണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ എ എന്ന് പറയുന്നത് എഫ് ബൈ എം എന്നെടുത്തൂടെ? ഇതാണ് നമുക്ക് ആദ്യത്തെ ഒരു കേസ്. ഇനി അടുത്ത ആക്സിലറേഷൻ കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? എഫ് ഡാഷ് ഈക്വൽ ടു എഫ് ഡാഷ് എന്താണെന്നാണ് പറഞ്ഞത്? ഇരട്ടിയായി. അപ്പോൾ എന്താണ്? 2f. എഫ് ഡാഷ് ഇസ് ഈക്വൽ ടു എന്താണ്? 2f ആണ്. ഇരട്ടിയായി. ഇനി പിണ്ഡം എന്തായി? പിണ്ഡം എന്ന് പറഞ്ഞാൽ മാസ് എന്തായി? പകുതിയായി. അപ്പോൾ എന്താണ്? എം ഡാഷ് ഈക്വൽ ടു എം ബൈ 2 ആയി. ഇതാണ് നമുക്ക് അറിയുന്ന കാര്യം. ഇനി അപ്പോൾ എ ഡാഷ് എന്തായിരിക്കും? എ ഡാഷ് എങ്ങനെ കാണും നമ്മൾ? എ ഡാഷ് ഈക്വൽ ടു ഇത് ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 2f ബൈ എം ബൈ 2 എന്നായി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ 2നെ മുകളിലേക്ക് കൊടുക്കുമ്പോൾ 4f ബൈ എം എന്ന് കിട്ടും. ഇനി നമ്മളവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇതിൻ്റെ അനുപാതം കാണാനാണ് പറഞ്ഞത്. അപ്പോൾ ആദ്യത്തേൻ്റെ എ ഈസ് ടു എ ഡാഷ് ആണ് നമ്മൾ കാണാൻ പറഞ്ഞത്. അപ്പോൾ എ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്? ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് ബൈ എം ഈസ് ടു 4f ബൈ എം ആണ്. അപ്പോൾ നമുക്കിത് രണ്ടും കട്ട് ചെയ്ത് പോവില്ലേ? അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? 1:4 എന്ന് കിട്ടി. അപ്പോൾ എൻ്റെ ത്വരണത്തിൻ്റെ ഇതെന്ത് കിട്ടി? നമുക്ക് 1:4 എന്ന് ആൻസർ കിട്ടി. ഈസി ആയിട്ട് ചെയ്യാവുന്ന ഇക്വേഷൻ അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഇത് ചോദിച്ചിട്ടുള്ളതാണ്. 2-3 തവണ ചോദിച്ചിട്ടുണ്ട്. എന്തായാലും ഇതൊന്ന് എഴുതിയെടുത്തോളൂ കേട്ടോ. ഒന്ന് വീഡിയോ പൗസാക്കിയിട്ട് അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒന്ന് എഴുതിയെടുത്തോളൂ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഒരു വസ്തുവിൽ അസന്തുലിതമായ ബാഹ്യബലം പ്രവർത്തിക്കുന്നതുവരെ അത് തുടർച്ചയായതിൻ്റെ ഏകീകൃത ചലനത്തിലോ നിശ്ചലാവസ്ഥയിലോ ആയിരിക്കും. ഈ നിയമം എങ്ങനെയാണ് അറിയപ്പെടുന്നത്? നമുക്കറിയാം. ഇപ്പോൾ ഞാൻ പറഞ്ഞു തന്നു, ഒന്നാം ചലന നിയമം എന്താണെന്ന് പറഞ്ഞു തന്നു അല്ലേ. അപ്പോൾ ആ ഒന്നാം ചലന വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഒന്നാം ചലന നിയമമാണെന്ന് മനസ്സിലായി. അപ്പോൾ തന്നെ എയിലോട്ട് പോയിട്ട് കുത്തരുത്. എന്താണ്? ഒന്നും കൂടി ഓപ്ഷൻ നോക്കി. ഒന്നാം ചലന നിയമം, ജഡത്വ നിയമം അങ്ങനെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എന്താണ്? രണ്ടും ഒന്ന് തന്നെയല്ലേ? ഈ ജഡത്വ നിയമം എന്ന് പറയുന്നത് ഒന്നാം ചലന നിയമം എന്ന് പറയുന്നത് ഒന്നല്ലേ? അപ്പോൾ എന്താണ് ആൻസർ? സി ആണ് ആൻസർ. എ ആൻഡ് ബി ആണ് ആൻസർ വരുന്നത്. അപ്പോൾ സി ആണ് ഓപ്ഷൻ. ഇനി അടുത്തത് ചലന നിയമങ്ങളുമായി ബന്ധമില്ലാത്ത ശാസ്ത്രജ്ഞൻ. ന്യൂട്ടനും ഗലീലിയോയും ചലന നിയമമായിട്ട് ബന്ധമുണ്ട് നമുക്കറിയാം. ഇനി കെപ്ലറും റുദർഫോർഡ് നമുക്കറിയാം കെമിസ്ട്രിയിലാണെന്നറിയാം അല്ലേ. റുദർഫോർഡ്. അപ്പോൾ കെപ്ലർ എന്ന് പറയുന്നത് പ്ലാനറ്ററി ലോസ് ഓഫ് മോഷൻ കണ്ടുപിടിച്ച ആളാണ് കെപ്ലർ. അപ്പോൾ ലോസ് ഓഫ് മോഷന് ബന്ധപ്പെട്ട ആളുമാണ് കെപ്ലർ എന്ന് പറയുന്നത്. അപ്പോൾ എ ബി സി ആണ് ബന്ധമുള്ളത്. ബന്ധമില്ലാത്തത് ഏതാണ്? റുദർഫോർഡാണ്. ഇനി ആക്ക വ്യത്യാസ നിരക്ക് കണ്ടുപിടിക്കാൻ ഡാഷ് എന്ന വാക്യം ഉപയോഗിക്കുന്നു. ആക്ക വ്യത്യാസ നിരക്ക് നമ്മൾ പറഞ്ഞല്ലോ അല്ലേ. ഇപ്പോൾ ഒരു മാസുള്ളൊരിത് യൂണിഫോം ഇനീഷ്യൽ വെലോസിറ്റിയാണ്. അതിന് ടി എന്ന സമയത്ത് അത് വസ്തു മൂവ് ചെയ്ത് കഴിഞ്ഞാൽ എം വി അല്ലേ, എം വി എന്ന് പറയാം. അപ്പോൾ എം യു മൈനസ് വി ബൈ ടി ആണ് എന്തെന്ന് പറയുന്നത്? മൊമെൻറ്റം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ആൻസർ ഏതാണ്? എം ഇൻറ്റു വി മൈനസ് യു ബൈ ടി. ടി സ്ക്വയർ ഒന്നുമല്ല, അത് തെറ്റിക്കാൻ ഇട്ടിരിക്കുന്നതാണ്, ടി ആണ് കേട്ടോ. ഇനി ഒരു വസ്തുവിൻ്റെ മാസ് ഇരട്ടിക്കുകയും പ്രവേഗം പകുതിയാവുകയും ചെയ്താൽ ആക്ക വ്യത്യാസം എന്തായിരിക്കും?
നമ്മളോടിവിടെ ആക്ക വ്യത്യാസമാണ് കാണാൻ പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഒരു വസ്തുവിൻ്റെ മാസ് എന്ന് പറയുന്നത് മാസ് എം ഡാഷ്. അപ്പോൾ നമുക്കറിയുന്നത് എന്താണ്, പി ഈക്വൽ ടു എം വി ആണെന്ന് അറിയാം അല്ലേ. ഇനിയിപ്പോൾ ഇവിടെ തന്നിരിക്കുന്നുണ്ട് എം ഡാഷ് എന്തായി മാറി, ഇരട്ടിയാകുമ്പോൾ 2m ആയി അല്ലേ. ഇനി പ്രവേഗം പകുതിയായി. പ്രവേഗം എന്ന് പറയുന്നത് എന്തായി, വി ഡാഷ് എന്തായി മാറി, പകുതിയായി എന്ന് പറയുന്നു. അപ്പോൾ v/2 അല്ലേ. അപ്പോൾ നമുക്ക് ഇനി ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാം അല്ലേ, പിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എന്താ കിട്ടുക, 2m × v/2 എന്ന് കിട്ടി. അപ്പോൾ ഇത് കട്ട് ചെയ്ത് പോയപ്പോൾ എന്ത് തന്നെ കിട്ടി, പി ഡാഷ് എന്ന് തന്നെ കിട്ടി, എം വി എന്ന് കിട്ടി. അപ്പോൾ പി ഈക്വൽ ടു പി ഡാഷ് തന്നെ അല്ലേ. അപ്പോൾ ഇവിടെ എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ, ഒരു മാസം ഇരട്ടിയാകുകയും പ്രവേഗം പകുതിയാവുകയും ചെയ്ത് എന്താണ് അവിടെ വ്യത്യാസം വരുന്നില്ല. ആക്ക വ്യത്യാസം എന്ത് തന്നെ ആയിരിക്കും, മാറ്റമുണ്ടാകില്ല. ആൻസർ കിട്ടി. അപ്പോൾ നമുക്ക് ഇക്വേഷൻ അറിയാമെങ്കിൽ നമുക്ക് ഏത് ഉത്തരവും കണ്ടുപിടിക്കാം, ഈസി ആയിട്ട് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എന്താണ്, നമുക്കിവിടെ ആൻസർ കിട്ടി. അപ്പോൾ ഇങ്ങനെ കുറേ ക്വസ്റ്റ്യനുകളുണ്ട്. ഇതുപോലെ ക്വസ്റ്റ്യൻസ് കിട്ടുമ്പോൾ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഫോഴ്സിൻ്റെ പലതരത്തിലുള്ള ഫോഴ്സുകളില്ലേ, അതൊക്കെ പഠിച്ച് പിന്നെ അതിൻ്റെ ഇക്വേഷൻസ് നമുക്ക് എന്താ പറയുക, C/UT + ½ AT² അങ്ങനത്തെ ഇക്വേഷൻസൊക്കെ വരുന്നില്ല, അതൊക്കെ കുറച്ച് പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം.